ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു ടിപ്സ് അടങ്ങിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ വീഡിയോക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആര്യവേപ്പില. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ആര്യവേപ്പില ഇല്ല. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലെ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ്. ഇങ്ങനെ ഈ ഒരു കവറിലാക്കിയിട്ട് ബോക്സിലാക്കി വെച്ചാൽ നമുക്ക് എത്ര നാളത്തേക്കും കിട്ടുന്ന കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ഒരു 1.5 ആഴ്ചയൊക്കെ പഴക്കം ഉണ്ടാവും. എന്നാലൊരു വാട്ടം ഒന്നുമില്ല, ഇലക്കൊക്കെ നല്ല ഫ്രഷായി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അണുനാശിനിക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇല തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ നാരങ്ങയാണ് കേട്ടോ. 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയ്ക്ക് പകരം നമുക്ക് വിനാഗിരി എടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമും അതുപോലെ ടൈൽസൊക്കെ നല്ല ക്ലീനായി തന്നെ വൃത്തിയാക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ടിപ്സും കൂടെയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ പാടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കേണ്ട ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പഴയ അരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കണം. ഇനി അതിൻ്റെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊരു പായ ഡിസ്റ്റർബായിട്ടൊന്നും നമ്മുടെ ടൈലിലോ ഒന്നും വേണ്ട. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ല പ്രസ് ചെയ്താൽ അതിലുള്ള നീരൊക്കെ ഒന്ന് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി ഇത് നമ്മളെ സ്പ്രേ ബോട്ടിലാക്കിയിട്ടൊക്കെ നമുക്ക് നമ്മളെ ടൈൽസും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഞാനൊരു ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം. നമ്മളെ ബാത്റൂം പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ബാത്റൂമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിക്കണം. അതുപോലെ ക്ലീൻ ചെയ്യാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലൊക്കെ നല്ലൊരിതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചൂല് വെച്ചിട്ട് നമ്മൾ മാറാലൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പൊതുവായിട്ടുള്ള ബാത്റൂമുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉപയോഗിക്കാനൊക്കെ മടിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ അറ്റാച്ച് ബാത്റൂം റൂമിലൊക്കെ ബാത്റൂം ഹാളിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതേക്കാരം നമ്മൾ അധികം യൂസ് ചെയ്യാറ്. അതുപോലെ പുറത്തെ ബാത്റൂമൊക്കെ യൂസ് ചെയ്യലും അതുപോലെ ക്ലീനിങ് കുറവായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒരാഴ്ചയിലൊരിക്കൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മാറാലൊക്കെ ഉണ്ടെങ്കിൽ പൊടിയൊക്കെ ഉണ്ടെന്ന് ആദ്യം അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ തന്നെ നമ്മുടെ ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ചളിയായിട്ടുണ്ട്. ഇതിലേക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സെബീന പൊടിയാണ് കേട്ടോ. കിട്ടുന്നതാണ്. അതുപോലെ കറകളൊക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സെബീനപ്പൊടി വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉരച്ച് കൊടുത്താലൊക്കെ ഏത് കരിയുള്ള പാത്രങ്ങളായാലും ചളിയുള്ള ടൈലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോയി കിട്ടും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനൊക്കെ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 5-10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ടൈലിൻ്റെയും ചുമരിൻ്റെ ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ ക്ലോസറ്റിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ മടിക്കുന്നവർക്കൊക്കെ ഈ മെത്തേഡിലൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഉരച്ച് കൊടുക്കാനും മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലൊക്കെ ചാക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നല്ലൊരിതാട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഉരച്ച് കൊടുത്താൽ നമുക്ക് കയ്യിനും കാര്യമായിട്ടുള്ള പരിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ ചളിയും പോകുന്ന കിട്ടും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും. ചളിയൊക്കെ നല്ല രീതിയിൽ പോകുന്ന കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചാക്കൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നല്ലതാട്ടോ ഉരച്ചെടുക്കാനൊക്കെ. നമ്മൾ സ്ക്രബ്ബറൊക്കെ വെച്ച് ഇറക്കുമ്പോഴൊക്കെ ടൈലുകൾക്കൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെയുള്ളൊരു ചെറിയ കഷ്ണം പീസ് നമുക്ക് ചാക്കൊക്കെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഉരച്ച് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ വാഷ് ബേസും അതുപോലെ ടാപ്പൊക്കെ ഉരച്ച് കൊടുത്തിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ടൈലൊക്കെ നല്ല കറകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം പൈപ്പ് തുറന്ന് വെച്ച് കൊടുക്കുന്നതെന്ന് വല്ല അടഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വാൾട്ടയിലൊക്കെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷനിൽ ഇങ്ങനെ മുക്കി കൊടുത്ത്
ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടൈമില്ലെങ്കിലും ജസ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ടൈം ഉണ്ടാക്കി ചെയ്ത് എടുത്താലും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വെറും 30 രൂപ ഒക്കെ ഉള്ളൂ ഈ സെബീന പൊടിക്കുള്ള ഒരു ചിലവ്. പിന്നെ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആര്യവേപ്പില, അതുപോലെ വിനാഗിരി ആയാലും കുഴപ്പമില്ല കേട്ടോ, നാരങ്ങക്ക് പകരം അത് വെച്ച് ചെയ്താലും മതി. അപ്പോൾ ബാത്റൂമൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നല്ല കറകളും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മെത്തേഡിലൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ്. അപ്പം നമുക്ക് എത്രത്തോളം അളവിനനുസരിച്ച് നമ്മൾ സൊല്യൂഷൻ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. പിന്നെ അതുപോലെ നമ്മൾ ടോയ്ലറ്റ് ബ്രഷൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വല്ലപ്പോഴും ചെയ്തെടുത്താലും നമുക്കൊരു ഒരാഴ്ച 2 ആഴ്ചത്തേക്കൊന്നും പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ട, നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും. പിന്നെ ഒക്കെ ഇതാ വരച്ച ഭാഗമൊക്കെ ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ക്ലീനാക്കി എടുക്കുകയാണ്. നമ്മൾ ടൈലൊക്കെ സോപ്പും ചകിരിയിട്ട് അഥവാ ജസ്റ്റ് ഒന്ന് വരച്ചാൽ തന്നെ അതിൻ്റെ പാട് പോയി കിട്ടോളം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ക്ലീനാക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പാട് അവിടെ അങ്ങനെ ടൈലിങ്ങനെ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇതാ സോപ്പ് വെക്കണ ഒരു ചെറിയൊരു ബോർഡുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ നിന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് പോകും. നമ്മൾ ഉരക്കാനൊക്കെ മടിച്ചിരിക്കും. അന്ന് തന്നെ ചെയ്യുകയാണെങ്കിലൊക്കെ അതൊക്കെ തന്നെ ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാ ഭാഗം കൂടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വ്യത്യാസം തന്നെ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ടൈലിൻ്റെയും അതേപോലെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും അതുപോലെ എപ്പോഴും ഒരു ഫ്രഷ് ആയിരിക്കാനുള്ളൊരു ഇതും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ബെറ്ററാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ടൈലൊക്കെ വെള്ളമൊഴിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പല ടിപ്സ് അടങ്ങിയ വീഡിയോസ് ചാനലിലുണ്ട്. അപ്പോൾ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളമൊക്കെ നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ട് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.